Hello all. Today we will discuss the last three topics in the unit, mechanics and conventions of writing. They are academic style, academic integrity and proofreading. നമ്മൾ ഈ മൂന്ന് ടോപ്പിക്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. ഫസ്റ്റ്, academic style. Academic style എന്ന് പറയുന്നത് whenever you are writing an academic piece of work, അതൊരു റിസർച്ച് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ഒരു ജേർണൽ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ഒരു അസൈൻമെന്റ് തന്നെ ആയിക്കോട്ടെ, ഒരു പ്രോജക്റ്റ് വർക്ക് ആയിക്കോട്ടെ, whichever academic work you are writing, you have to follow a particular style. നമ്മൾ എന്ത് ടൈപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കണം, ഏത് വൊക്കാബുലറി ഉപയോഗിക്കണം, എന്തൊക്കെ വൊക്കാബുലറി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ പാരഗ്രാഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറയുന്നത് ലൈക്ക് വാട്ട് എവർ യു ആർ റൈറ്റിംഗ്, യു ഹാവ് ടു ഫോളോ എ പെർട്ടിക്കുലർ സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് ഫോണ്ട് ഉപയോഗിക്കണം, ഏത് ഫോണ്ട് സൈസ് ഉപയോഗിക്കണം, ഏത് മാർജിൻ ഉപയോഗിക്കണം, ഏത് പേപ്പർ ഉപയോഗിക്കണം, എത്ര വലുപ്പത്തിലുള്ള പേപ്പർ ഉപയോഗിക്കണം, എങ്ങനെ ബൈൻഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിറ്റർമിൻഡ് ആണ്. ദേ ആർ ഓൾ സെറ്റ് ഫോർ യു. യു ഹാവ് ടു ഫോളോ ദാറ്റ് സ്റ്റൈൽ ഇഫ് യുവർ അക്കാഡമിക് റൈറ്റിംഗ് ഷുഡ് ബി പെർഫെക്റ്റ്. ആൻഡ് ദ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, അതായത് നമ്മൾ എപ്പോഴും ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പം വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് വി ആർ ട്രൈയിങ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ആൻ ആർഗ്യുമെന്റ് ബേസ്ഡ് ഓൺ previously determined things, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രൂവ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരിക. ഇപ്പൊ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് ആണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ പുതിയൊരു റിസൾട്ട് ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പണ്ട് നടന്ന എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ പുതിയത് പ്രൂവ് ചെയ്യുക. Okay, same is the case with literature and liberal arts or any other field of study. ഇപ്പൊ നമ്മൾ പുതിയൊരു വർക്ക്, മണിച്ചിത്രത്താഴിനെ കുറിച്ച് ഒരു പുതിയൊരു പേപ്പർ എഴുതുകയാണെങ്കിൽ ഫിലിംസിനെ കുറിച്ച് ജനറൽ ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ മണിച്ചിത്രത്താഴിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ആർഗ്യുമെന്റിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളുടെ കൊട്ടേഷൻ നമ്മളുടെ വർക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, മറ്റൊരാൾ പറഞ്ഞ ഒരു കാര്യം നമ്മളുടെ വർക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വി ഓൾവേസ് ഹാവ് ടു ഡോക്യുമെന്റ് ഇറ്റ്. അത് ഇന്ന ആളുടെ ഇന്ന വർക്കിൽ നിന്ന് എടുത്തതാണ് എന്ന് കൃത്യമായിട്ട് പറയണം. വി ഹാവ് ടു ഡോക്യുമെന്റ് ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി കോട്ട് ആസ് പ്ലേജറിസം. ഓക്കെ, അത് നിങ്ങൾ അടിച്ചു മാറ്റിയതാണ് എന്ന് എല്ലാവരും പറയും. അതായത് നിങ്ങൾ എപ്പം മറ്റൊരാളുടെ ഐഡിയയോ അല്ലെങ്കിൽ എക്സാക്ട് വേർഡ്സോ ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾവേസ് cite it, always refer to that work, always document it, always give credit to that source. എവിടെ നിന്നാണോ നിങ്ങൾ എടുത്തത് ആ സോഴ്സിന് നിങ്ങൾ എപ്പോഴും ക്രെഡിറ്റ് കൊടുക്കണം. ഓക്കെ, so whenever you're writing a research paper, there are certain style guides to be followed. ചില style guides ഉണ്ട്. The prominent two major style guides that is discussed in your textbook is the MLA style and APA style. മറ്റ് സ്റ്റൈൽ ഗൈഡുകളും ഉണ്ട്. ഷിക്കാഗോ മാനുവൽ, അതേപോലെ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് സ്റ്റൈൽ മാനുവൽസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന രണ്ടെണ്ണം MLA സ്റ്റൈൽ ഗൈഡ് ആൻഡ് APA സ്റ്റൈൽ ഗൈഡാണ്. MLA മാനുവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ലിബറൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതായത് ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജസ് ഒക്കെ MLA സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് സോഷ്യൽ സയൻസ് ആൻഡ് സയൻസ് സബ്ജക്ട്സ് ഫോളോ APA സ്റ്റൈൽ. ഓക്കെ, രണ്ടും ഡിഫറെന്റ് സ്റ്റൈലാണ്. അതായത് ഇഫ് യു ആർ ഫോളോയിങ് MLA സ്റ്റൈൽ, യു ഹാവ് ടു ഫോളോ MLA സ്റ്റൈൽ ത്രൂ ഔട്ട് യുവർ വർക്ക്. അത് ഓരോ യൂണിവേഴ്സിറ്റീസ്, ഓരോ കോളേജസ് ഡിറ്റർമിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. അതായത് നിങ്ങളെ കോളേജ് പറയാണ് നിങ്ങൾ APA സ്റ്റൈൽ ഉപയോഗിക്കണം, then you will have to follow APA style. And there are two kinds of documentation. നിങ്ങൾ എങ്ങനെ മറ്റുള്ള വർക്കിന് സോഴ്സിന് ക്രെഡിറ്റ് കൊടുക്കും? There are two major kinds of documentation. The first one is parenthetical documentation or in-text citation. അതായത് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ എഴുതി വരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവിടുത്തെ ഒരു കൊട്ടേഷന് നിങ്ങൾ
മറ്റൊരു വർക്കിൽ നിന്ന് എടുത്ത ഒരു കൊട്ടേഷന് അവിടെ തന്നെ സൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങൾ എഴുതിയതിന്റെ അകത്ത് തന്നെ സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ. അത് തന്നെ ഇഫ് യു ആർ ഗിവിംഗ് ക്രെഡിറ്റ് ഫോർ എ വർക്ക് ഓൺലി ആഫ്റ്റർ യുവർ വർക്ക്, അതായത് നിങ്ങളുടെ പേപ്പർ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ബിബ്ലിയോഗ്രഫിയിലാണ് കൊടുക്കുന്നതെങ്കിൽ യു ക്യാൻ ടേം ഇറ്റ് ആസ് വർക്ക് സൈറ്റഡ് ഓർ റെഫറൻസസ് ഓർ ബിബ്ലിയോഗ്രഫി. അവസാനം നിങ്ങൾ ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്തത് എന്ന് വർക്ക് സൈറ്റഡിലോ വർക്ക്സ് കൺസൾട്ടഡിലോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അതാണ് ബിബ്ലിയോഗ്രഫി. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നെ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ഓർ പാരന്തറ്റിക്കൽ ഡോക്യുമെന്റേഷൻ. എക്സാമ്പിൾസ് പറഞ്ഞുതരാം. We'll first go through MLA style. MLA style guide is one of the most popular style guides, followed by liberal arts and humanities. അവർ ഫോളോ ചെയ്യുന്ന MLA സ്റ്റൈൽ ആയിരിക്കും. ലിബറൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഫോളോ ചെയ്യുന്ന സ്റ്റൈൽ ഗൈഡ് ആണ് MLA സ്റ്റൈൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഗിവ്സ് ഗൈഡ് ലൈൻസ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ടെക്സ്റ്റ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യണം, അതായത് ഏത് ഫോണ്ട് സൈസ്, എത്ര ലൈൻ സ്പേസ് വേണം, അതായത് 2 സ്പേസ് വിടണോ, ഡബിൾ സ്പേസ് വിടണോ, സിംഗിൾ സ്പേസ് വിടണോ എന്നുള്ള കാര്യങ്ങൾ, മാർജിൻ എത്ര വിടണം, ടേബിൾസ് ആൻഡ് ഇല്ലാസ്ട്രേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ടേബിൾസ് ഏത് സൈഡിൽ വരണം, എത്ര ഇൻഡെന്റ് ചെയ്യണം, മാർജിനിൽ നിന്ന് എത്ര വിട്ടിട്ട് നിങ്ങൾ എഴുതണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറയും. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫോർമാറ്റിംഗ് ഓഫ് ടെക്സ്റ്റ്, അതായത് ഫോണ്ട് സൈസ് മുതൽ നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന പേപ്പർ വരെ, പ്രിന്റ് ചെയ്ത് എങ്ങനെ ബൈൻഡ് ചെയ്യണം എന്ന് വരെ ഈ സ്റ്റൈൽ ഗൈഡിൽ പറയുന്നുണ്ടാവും. സി, ബൈൻഡിങ് എ പ്രിന്റഡ് പേപ്പർ, നിങ്ങൾ ബോണ്ട് പേപ്പറിൽ പ്രിന്റ് ചെയ്യണോ, A4 ഷീറ്റിൽ പ്രിന്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ MLA സ്റ്റൈലിൽ പറയും. ഓക്കെ, സി ഹൗ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ഇസ് പ്രൊവൈഡഡ്. ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനെയാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടത്. MLA style follows author page format in providing in-text citation. Author ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഫോമാറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് MLA സ്റ്റൈൽ ആൻഡ് APA സ്റ്റൈൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. So MLA style uses author page format in providing in-text citation. In-text citation കൊടുക്കുന്നതിൽ author page format ആണ് ഉപയോഗിക്കുന്നത്. See, this is an example. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് വിചാരിക്കാം. ഇതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന കൊട്ടേഷൻ. ഈ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ബോർഡ്യൂവിന്റെ ഒരു വർക്കിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ സൈറ്റ് ചെയ്യും? ഈ കൊട്ടേഷൻ മാർക്ക് കഴിഞ്ഞ ഉടനെ ഫുൾ സ്റ്റോപ്പിന് മുമ്പായിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ബോർഡ്യൂ, അതായത് ഓഥറിന്റെ സെക്കൻഡ് നെയിം ആൻഡ് പേജ് നമ്പർ, ഏത് ബുക്കിൽ നിന്നാണ് എടുത്തത് എന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ അത് നിങ്ങൾ ബിബ്ലിയോഗ്രാഫിയിൽ പറയും. അപ്പം ഇവിടെ ബോർഡ്യൂവിന്റെ എടുത്തതാണ് എന്ന് അറിയുമ്പോൾ ഒരു വായനക്കാരൻ നേരെ ബോർഡ്യൂ എന്നുള്ള പേര് വർക്ക് സൈറ്റിൽ പോയി നോക്കിയാൽ ഈ ഒരു കൊട്ടേഷൻ അയാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, so you need to know how to provide in-text citation. Then I have given you examples for citations like documentation. Single author ne engane document ചെയ്യും, 2 authors ne engane document ചെയ്യും, അതേപോലെ തന്നെ ഒരു ജേർണൽ, മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഫ്രം വെബ്സൈറ്റ് എങ്ങനെ സൈറ്റ് ചെയ്യും, അതേപോലെ ഒരു അൺപബ്ലിഷ്ഡ് ഡിസർട്ടേഷൻ എങ്ങനെ സൈറ്റ് ചെയ്യും, ഡോക്യുമെന്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. whenever you get time, go through it. It is there as an activity for you in your textbook. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങളുടെ അടുത്ത് സൈറ്റ് ചെയ്യാനോ ഡോക്യുമെന്റ് ചെയ്യാനോ പറയില്ല, പകരം നിങ്ങളുടെ അടുത്ത് ഡിഫറൻസ് ചോദിക്കാം. വാട്ട് ആർ ദ സ്റ്റൈൽ ഗൈഡ്സ് ആൻഡ് വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ MLA സ്റ്റൈൽ ആൻഡ് APA സ്റ്റൈൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. Now APA style. APA സ്റ്റൈലും MLA സ്റ്റൈൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ APA സ്റ്റൈലും ചെയ്യും. It is mainly used by science students and students of social sciences. It provides instructions on formatting, line spaces, margins, page numbers and page headers. MLA സ്റ്റൈൽ കൊടുക്കുന്നത് പോലെ തന്നെ എങ്ങനെ എത്ര ലൈൻ സ്പേസിംഗ് വേണം, മാർജിൻ എത്ര വിടണം, പേജ് നമ്പേഴ്സ് എവിടെ കൊടുക്കണം, ടോപ്പ് ലെഫ്റ്റിലാണോ ടോപ്പ് റൈറ്റിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ APA സ്റ്റൈലും പറയും. It insists on double spacing the entire work and using Times New Roman font for text and Arial for tables. ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാം APA സ്റ്റൈൽ പറയുന്നുണ്ടാവും.
It uses author date format for in-text citation. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. MLA സ്റ്റൈൽ ഓതർ പേജ് ഫോമാറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ APA സ്റ്റൈൽ ഓതർ ഡേറ്റ് ഫോമാറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഫോർ in-text citation. And it also gives instructions on how to provide title page, abstract, introduction, method, etc. ഇതെല്ലാം APA സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. I have also given examples for citations, അല്ലെങ്കിൽ document how to document a single author, journal article with one author, journal article with more than one author എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം, അതേപോലെ അൺപബ്ലിഷ്ഡ് ഡെസർട്ടേഷൻ എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളുടെ എക്സാമ്പിൾസും ഞാൻ ഈ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. യു ക്യാൻ റെഫർ ഇറ്റ് ലേറ്റർ. Then we come to academic integrity. നമ്മൾ ഒരു റോഡിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. യു ആർ ഗിവൺ ക്ലാസ്സസ് ഫോർ ഇറ്റ്, യു ആർ മെയ്ഡ് ടു ഡ്രൈവ് അക്കോർഡിംഗ്ലി, ആൻഡ് ഇഫ് യു ഡോണ്ട് ഫോളോ ദ റൂൾസ് പ്രോപ്പർലി യു ആർ പണിഷ്ഡ് ഫോർ ഇറ്റ്. അതേപോലെ തന്നെയാണ് അക്കാഡമിക് ഇന്റഗ്രിറ്റിയും. നിങ്ങൾ ഫെയർ മീൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ, കൃത്യമായി നല്ല രീതിയിലല്ല എഴുതുന്നതെങ്കിൽ, കോപ്പി അടിച്ചിട്ടോ വേറെ എവിടുന്നെങ്കിലോ അടിച്ചു മാറ്റിയിട്ടോ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ you will be punished for it. Academic integrity refers to a moral code of conduct in the field of academics. Academicians എന്ന് പറയുന്നത് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് റിസർച്ചേഴ്സ് ആണ്. Academic integrity insists that they conduct their work, അതെന്തും ആയിക്കോട്ടെ, സ്റ്റഡി ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, യൂസിങ് ഫെയർ മീൻസ്. ദേ കണ്ടക്ട് ദെയർ വർക്ക് യൂസിങ് ഫെയർ മീൻസ്. It also insists that academicians avoid cheating in examinations and assignments, plagiarizing, and maintaining academic standards. നിങ്ങൾ ഒരു academic standard ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് academic integrity പറഞ്ഞു വെക്കുന്നുണ്ട്. ഹൗ ടു മെയിൻറ്റെയിൻ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ യൂസ് ഓഫ് വൊക്കാബുലറി, ഹൗ ടു റൈറ്റ് എ പാരഗ്രാഫ്, ഹൗ ടു റൈറ്റ് എ പേപ്പർ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പഠിച്ചത്. അത് കൂടാതെ അൺഫെയർ മീൻസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ആർ യൂസിങ് അൺഫെയർ മീൻസ് ഇറ്റ് വിൽ ഹാവ് സീരിയസ് കോൺസിക്വൻസസ്. സോ വാട്ട് ഇസ് പ്ലേജിയറിസം? Plagiarism is copying another person's text or ideas and passing the copied material as your own work. നിങ്ങൾ മറ്റൊരാളുടെ ഐഡിയ അല്ലെങ്കിൽ ടെക്സ്റ്റ് എടുത്തിട്ട് അത് നിങ്ങളുടെ ആണ് എന്ന് ക്ലെയിം ചെയ്യുന്നതാണ് പ്ലേജിയറിസം എന്ന് പറയുന്നത്. അപ്പൊ പ്ലേജിയറിസം ഒഴിവാക്കാൻ യു ഹാവ് ടു ഡോക്യുമെന്റ് യുവർ സോഴ്സ് മെറ്റീരിയൽ. എവിടെ നിന്നാണോ എടുത്തത് അതിന് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള സൈറ്റേഷൻ കൊടുക്കണം. യു മസ്റ്റ് ഗിവ് ക്രെഡിറ്റ് ടു ദ source ആണ് ഇത്, source of the text, to avoid the accusations of plagiarism. Plagiarism is considered fraud. അതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് മൈറ്റ് റിസൾട്ട് യു ഇൻ loss of job, loss of reputation, and the assignation of reduced or failing in a course. അത് നിങ്ങളുടെ കോഴ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണം. ഇപ്പൊ ഒരു PhD ആണ് നിങ്ങൾ പ്ലേജറൈസ് ചെയ്തത് എങ്കിൽ യു ലൂസ് ദാറ്റ് ടൈറ്റിൽ. അത് തന്നെ ആ PhD വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ജോബ് എന്താണോ അത് പോവും. അതേപോലെ തന്നെ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ, നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വർക്കിനെയും ഒരു എന്താ പറയാ സംശയത്തിന്റെ കണ്ണോടെ നോക്കാനുള്ള കാരണമാവുകയും ചെയ്യും. സോ യു മസ്റ്റ് റിസ്ട്രെയിൻ ഫ്രം പ്ലേജറൈസിങ്. It is plagiarism regardless of the source of the copy, text or idea. Source ഏത് ഫോമിലാണെങ്കിലും നിങ്ങൾ കോപ്പി അടിച്ചാൽ, അതായത് അതൊരു റിട്ടേൺ വർക്ക് ആണെങ്കിലും ഒരു വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കോപ്പി അടിക്കുമ്പോൾ അത് പ്ലേജറിസം ആണ്. വെദർ ദ ഓതർ ഓഫ് സോഴ്സ് ഹാസ് കോപ്പിഡ് ഇറ്റ് ഫ്രം അനദർ ടെക്സ്റ്റ്, അതിന്റെ ആ ഒരു നിങ്ങൾ എന്തിൽ നിന്നാണോ കോപ്പി അടിക്കുന്നത് അതിന്റെ ഓതർ വേറൊരു ടെക്സ്റ്റിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിലും യു ആർ ദ വൺ ഹൂ ഈസ് പ്ലേജറൈസിങ്. regardless of whether or not the authorship of the text which you copy is known. ആ വർക്കിന്റെ ഓതറിന് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ അത് എന്നാ എന്റെ പേരിൽ പബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് പ്ലേജറിസം ആണ്. അൺനോൺ ഓതർ ആണെങ്കിൽ അതിനെ എങ്ങനെ സൈറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് MLA സ്റ്റൈൽ ആൻഡ് APA സ്റ്റൈൽ പറഞ്ഞു വെക്കുന്നുണ്ട്. regardless of the nature of the text into which you copy the text or idea. ഒരു ബുക്കിൽ നിന്ന് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിലും അത് കോപ്പി അടി തന്നെയാണ്, അത് പ്ലേജറിസം തന്നെയാണ്. regardless of whether or not the author of the text provides you permission to copy the text. author പറയാണ് ഇതെന്റെ അല്ലേ, നീ എടുത്തോ, നീ നിന്റെ പേരിൽ പബ്ലിഷ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ that is also plagiarism. regardless of whether you are or you are not the author of the source of the copied text or idea.
നിങ്ങളുടെ തന്നെ ഒരു വർക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ ടേക്കിംഗ് ഐഡിയാസ് ഫ്രം യുവർ ഓൺ വർക്ക്, ഇറ്റ് ഇസ് കോൾഡ് സെൽഫ് പ്ലേജറിസം. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഐഡിയ എടുക്കുകയാണെങ്കിലും അത് ഡോക്യുമെന്റ് ചെയ്യുക. അത് നിങ്ങളുടെ പേരും പേജ് നമ്പറും വെച്ചിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ ഐഡിയ ഇസ് എ ഫിഗർ ഓർ ടേബിൾ. നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫിഗർ ആണെങ്കിലും അതൊരു ടേബിളിലുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ കോപ്പി അടിക്കുകയാണെങ്കിൽ അത് പ്ലേജറിസം തന്നെയാണ്. There are three main types of plagiarism. The first one is unintentional. നിങ്ങൾക്ക് എന്താണ് പ്ലേജറിസം എന്ന് അറിയാത്തതും നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാതെയും ചെയ്യുന്നതാണ് unintentional plagiarism. There is blatant plagiarism. നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് പ്ലേജറിസം എന്നറിയാം, നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാം, എന്നിട്ടും നിങ്ങൾ ഇന്റൻഷനലി അത് കണ്ടില്ല എന്ന് വെക്കുന്നു, നിങ്ങൾ പ്ലേജറൈസ് ചെയ്യുന്നു. That is blatant plagiarism. Self-plagiarism, using a paper of your own either intentionally or unintentionally. നിങ്ങൾ നിങ്ങളുടെ തന്നെ പേപ്പർ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അത് സെൽഫ് പ്ലേജറിസം ആണ്. Proofreading, the last topic in this unit. Proofreading refers to the act of reading your draft paper for finding mistakes. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മറ്റൊരാളെ കൊണ്ട് പ്രൂഫ് റീഡ് ചെയ്യിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ മിസ്റ്റേക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല. So it is always better to make a classmate of yours or a reviewer, a professional proofreader for proofreading your work. What should you do when you're proofreading a material? While proofreading, we should check the spelling, the sentences, style and documentation, plagiarism, paragraphs, and thesis statement. While you are proofreading, spelling ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടോ? ചിലപ്പോൾ സ്പെൽ ചെക്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു മാനുവലി മേക്ക് ദ പ്രൂഫ് റീഡർ ചെക്ക് ദ സ്പെല്ലിംഗ്. Then what about the sentences? നിങ്ങളുടെ സെന്റൻസസ് ഫ്രാഗ്മെന്റഡ് ആണോ, റൺ ഓൺ ആണോ, അല്ലെങ്കിൽ പാരലൽ സെന്റൻസസ് കറക്റ്റ് ആണോ, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് പ്രൂഫ് റീഡിങ്ങിലാണ്. ലാസ്റ്റ് ഏറ്റവും അവസാനം മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പം ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു മേക്ക് യുവർ സെന്റൻസസ് പെർഫെക്റ്റ്. അതേപോലെ തന്നെ സ്റ്റൈൽ ആൻഡ് ഡോക്യുമെന്റേഷൻ. ഹാവ് യു ഫോളോഡ് ദ സെയിം സ്റ്റൈൽ മാനുവൽ ത്രൂ ഔട്ട് യുവർ വർക്ക്? ഇത് അനലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസും പ്രൂഫ് റീഡിങ്ങിലാണ് കിട്ടുന്നത്. സ്റ്റൈൽ കൃത്യമായിട്ടാണോ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്, അതിൽ പറഞ്ഞിട്ടുള്ള അതേ റൂൾസ് ആണോ ഫോളോ ചെയ്തിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെയും നോക്കേണ്ടതാണ്. ദെൻ പ്ലേജറിസം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. യു മൈറ്റ് ഹാവ് പ്ലേജറൈസ് വിതൗട്ട് ഈവൻ നോയിങ് ഇറ്റ്. അപ്പം പ്ലേജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് ഉപയോഗിച്ച് പ്ലേജറിസം ചെക്ക് ചെയ്യാം. Then paragraphs. Apart from paragraph itself, അതായത് പാരഗ്രാഫിന്റെ അകത്ത് ഐഡിയാസ്, അതിന് കോണ്ടന്റ് സെന്റൻസ് ഉണ്ടോ, ടോപ്പിക് സെന്റൻസ് ഉണ്ടോ, കൺക്ലൂഡിങ് സെന്റൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വൺ പാരഗ്രാഫ് ടു അനദർ പാരഗ്രാഫ്, ഇസ് ഇറ്റ് മൂവിങ് സ്മൂത്ത്ലി, അതിന് ഫ്ലോ ഉണ്ടോ എന്ന് കൂടി, ലോജിക്കൽ സീക്വൻസ് ഉണ്ടോ എന്ന് നോക്കുന്നത് കൂടി നല്ലതായിരിക്കും. Then in this thesis statement, you have to make sure that the whole work goes through the same follows the same thesis statement മാറിപ്പോയിട്ടില്ല എന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം. മെയിൻലി ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ചെക്ക് ചെയ്യുക. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ കൺക്ലൂഷനിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുക. അത് പെർഫെക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് proofreading. So make sure you always proofread your academic paper. That's all about the mechanics and conventions of writing.